So the next question is, the forward path transfer function of a certain unity feedback control system is given by g of s is equal to k by s into s plus 8. ഓക്കെ, ഇനി ഇവിടെ ഡിസൈൻ എ സ്യൂട്ടബിൾ ലാഗ് കോമ്പൻസേറ്റർ എന്നാണ് പറയുന്നത്. ഇനി അതിനുള്ള കണ്ടീഷൻസ് തന്നിരിക്കുന്നത് പെർസെൻറ്റേജ് ഓവർഷൂട്ട് ഇസ് ലെസ് ദാൻ 16% ഫോർ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് and steady state error is less than or equal to 0.125 for unit ramp input. ഓക്കെ, സോ രണ്ട് കണ്ടീഷൻസേ തന്നിട്ടുള്ളൂ. ലീഡ് കോമ്പൻസേറ്റർ നമ്മൾ ഡിസൈൻ ചെയ്തപ്പം നമുക്ക് 3 കണ്ടീഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. വൺ ഈസ് പെർസെൻറ്റേജ് ഓവർഷൂട്ട്, ദ അതർ ഈസ് ഒമേഗ എൻ ആൻഡ് ദെൻ ദ സ്റ്റഡി സ്റ്റേറ്റ് എറർ. സോ ഇവിടെ പെർസെൻറ്റേജ് ഓവർഷൂട്ട് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പം എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇനി ഒമേഗ എൻ തന്നിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസിൽ നമ്മൾ റൂട്ട് ലോക്കസ് കംപ്ലീറ്റ് ആയിട്ട് സ്കെച്ച് ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ, റൂട്ട് ലോക്കസ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എൻ്റെ വീഡിയോസിൽ തന്നെ കിടപ്പുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നോക്കുക. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്കെച്ച് ദ റൂട്ട് ലോക്കസ് ഓഫ് ദ അൺകോമ്പൻസേറ്റഡ് സിസ്റ്റം. ഓക്കെ, റൂട്ട് ലോക്കസ് ചെയ്യാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ദ പോൾസ് ആൻഡ് സീറോസ് ഓഫ് ദ സിസ്റ്റമാണ്. സോ ഇതാണ് ജി ഓഫ് എസ് തന്നിരിക്കുന്നത്. പോൾസ് എന്ന് പറയുന്നത് റൂട്ട്സ് ഓഫ് ഡിനോമിനേറ്ററാണ്, സീറോസ് എന്ന് പറയുന്നത് റൂട്ട്സ് ഓഫ് ന്യൂമറേറ്ററാണ്. ഇവിടെ ഡിനോമിനേറ്റർ മാത്രമേ ഉള്ളൂ. സോ റൂട്ട്സ് ഓഫ് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എസ് ഇസ് ഈക്വൽ ടു 0, എസ് ഇസ് ഈക്വൽ ടു -2 ആൻഡ് എസ് ഇസ് ഈക്വൽ ടു -8 ആൻഡ് സീറോസ് എന്ന് പറയുന്നത് നില്ല് ആൻഡ് നമ്പർ ഓഫ് പോൾസ് എന്ന് പറയുന്നത് 3ഉം സീറോസ് എന്ന് പറയുന്നത് 0യുമാണ്. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഫൈൻഡ് ദ സെൻട്രോയിഡ്. സെൻട്രോയിഡിൻ്റെ ഇക്വേഷൻ സമ്മേഷൻ ഓഫ് പോൾസ് മൈനസ് സമ്മേഷൻ ഓഫ് സീറോസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പോൾസ് മൈനസ് നമ്പർ ഓഫ് സീറോസ്. സോ 0, -2, -8 ഇതാണ് പോൾസ് ആൻഡ് സമ്മേഷൻ ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ 0 തന്നെ. സോ നമ്പർ ഓഫ് പോൾസ് മൈനസ് നമ്പർ ഓഫ് സീറോസ് 3 - 0 3, that is -10/3 which is equal to -3.33. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഫൈൻഡ് ദ ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട്സ്. അസിംപ്റ്റോട്ട്സിൻ്റെ ഇക്വേഷൻ 2q + 1 × 180 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പോൾസ് മൈനസ് നമ്പർ ഓഫ് സീറോസ്. നമ്മൾ ഇത് പഠിച്ചപ്പം കുറേ എണ്ണം കണ്ടായിരുന്നു. സോ q + 1, q എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോൾസ് മൈനസ് നമ്പർ ഓഫ് സീറോസ് 3 - 0 3. അപ്പം 3 ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട്സ് വരും. ഓക്കെ, 3 - 0 എന്ന് പറയുന്നത് 3 തന്നെയാണ്. സോ 3 എണ്ണം ഏതൊക്കെ വരും? ഓഡ് മൾട്ടിപ്പിൾ ഓഫ് 180യുടെ 3 വാല്യൂസ്, ദാറ്റ് ഈസ് 60 ഡിഗ്രി, 180 ഡിഗ്രി ആൻഡ് 300 ഡിഗ്രി. ഓക്കെ, സോ ഇത് 3 എണ്ണമാണ് വരുന്നത്. 4 ഡിഗ്രീസ് 4 എണ്ണം ഉണ്ടെങ്കിൽ എന്താണ് വരുന്നത്? 2 എണ്ണം ഉണ്ടെങ്കിൽ എന്താണ് വരുന്നത്? ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ലെക്ചറിനകത്ത് റൂട്ട് ലോക്കസിനകത്ത് പറഞ്ഞായിരുന്നു. ഓക്കെ, സോ ക്യൂവിന് ആദ്യം 0 ഇട്ട് കൊടുക്കുക, അത് കഴിഞ്ഞ് 1 ഇട്ട് കൊടുക്കുക, 2 ഇട്ട് കൊടുക്കുക. ഓക്കെ, സോ 0 ഇട്ട് കൊടുക്കുമ്പോൾ 1 × 180/3 എന്ന് വരും. 3 - 0 ആണല്ലോ, 180/3. ദെൻ 3 × 180/3 ആൻഡ് 5 × 180/3, അതാണ് 60. സോ 60 ഡിഗ്രി എന്ന് പറയുന്നത് 1 × 180/3. ഇതെന്ന് പറയുന്നത് 3 × 180/3 ആൻഡ് ഇതെന്ന് പറയുന്നത് 5 × 180/3 ആയിരിക്കും. ഓക്കെ, സോ 3 എണ്ണം ചെയ്യുന്നതായിരിക്കും. അതായത് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് 180/3യുടെ ഓഡ് മൾട്ടിപ്പിൾ ആയിരിക്കും 3 എണ്ണം വരുമ്പോൾ. ഓക്കെ, 4 എണ്ണം വരിക എന്ന് പറഞ്ഞാൽ 180/4ൻ്റെ 4 മൾട്ടിപ്പിൾസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് ആംഗിൾസ് ഓഫ് അസിംപ്റ്റോട്ട്സ് കാണേണ്ടത്. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ദ റൂട്ട് ലോക്കസ് ഓൺ ദ റിയൽ ആക്സിസ്. ഓക്കെ, സോ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജി ഓഫ് എസ് ഇസ് ഈക്വൽ ടു k/s × s + 2 × s + 8 ആണ്. ഓക്കെ, സോ പോൾസ് എന്ന് പറയുന്നത് s ഇസ് ഈക്വൽ ടു 0യിലുണ്ട്, s ഇസ് ഈക്വൽ ടു -2യിലുണ്ട്, s ഇസ് ഈക്വൽ ടു -8ലുണ്ട്.
സോ ഇത് ഈ ഹോൾ റിയൽ ആക്സിസിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇതൊരു പാർട്ട്, ഇതടുത്ത പാർട്ട്, ഇതടുത്ത പാർട്ട്, ഇങ്ങോട്ട് ഇൻഫിനിറ്റി വരെ അടുത്ത പാർട്ട്. ഓക്കെ, സോ അപ് ടു ഇൻഫിനിറ്റി വരെ അതിൻ്റെ അടുത്ത പാർട്ട്. സോ ഹോൾ റിയൽ ആക്സിസിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു പോയിന്റിൽ എടുക്കുമ്പോൾ, ഓക്കെ, ഈ ഒരു പോയിന്റിൽ എടുത്തിട്ട് റൈറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ദർ ഇസ് നോ പോൾസ്, അതുകൊണ്ട് പോൾസോ സീറോസോ ഒന്നുമില്ല, അതുകൊണ്ട് ഇവിടെ നമുക്ക് റൂട്ട് ലോക്കസ് ഇല്ല. ഇനി ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് റൈറ്റിലേക്ക് നോക്കുമ്പം ഓഡ് നമ്പർ ഓഫ് പോൾസ്, അതായത് പോൾസ് ആൻഡ് സീറോസിൻ്റെ എണ്ണം ഓഡ് നമ്പർ ആയിരിക്കണം. ഇവിടെ ഓഡ് നമ്പർ ഓഫ് പോൾസ് ഉണ്ട്. സോ റൂട്ട് ലോക്കസ് ലൈസ് ഇൻ ദിസ് റീജിയൻ. ഓക്കെ, ആൻഡ് സിൻസ് ഇത് രണ്ടും രണ്ട് പോൾസിനിടയ്ക്ക് ആയതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ആയിരിക്കും ഡയറക്ഷൻ ഓഫ് റൂട്ട് ലോക്കസ് എന്ന് പറയുന്നത്. ഇനി 8നും -2നും ഇടയ്ക്കുള്ള പോർഷനിൽ ഒരു പോയിൻ്റ് എടുത്തിട്ട് റൈറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് പോൾസ് ആൻഡ് സീറോസ് എന്ന് പറയുന്നത് ഈവൻ ആയിരിക്കും. ഹെൻസ് ദ റൂട്ട് ലോക്കസ് ഡസൻ ലൈ ഇൻ ദിസ് റീജിയൻ. ആൻഡ് ഈ പാർട്ടിൽ നിന്ന് നോക്കുമ്പം ഓഡാണ്. ഓഡ് നമ്പർ ഓഫ് പോൾസ് ആൻഡ് സീറോസ് ആണെങ്കിൽ അവിടെ റൂട്ട് ലോക്കസ് ലൈ ചെയ്യും. ഹെൻസ് ദിസ് വിൽ ലൈ ഫ്രം ദിസ് പോയിൻറ്റ് ടു -8 ടു ഇൻഫിനിറ്റി റൂട്ട് ലോക്കസ് ലൈ ചെയ്യും. സോ ഈ ഒരു പോയിന്റിൽ റൂട്ട് ലോക്കസ് ഉണ്ട്, ആൻഡ് ഈ ഒരു പോയിന്റിലും റൂട്ട് ലോക്കസ് ഉണ്ട്. ഇനി ഡയറക്ഷൻ ഓഫ് റൂട്ട് ലോക്കസ് എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ പോൾ ആൻഡ് ടെർമിനേറ്റ് അറ്റ് എ 0 ഓർ ഇൻഫിനിറ്റി എന്നാണ് പറയുന്നത്. ഇവിടെ നമ്പർ ഓഫ് സീറോസ് എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് 3 പോൾസ് ഉണ്ട്. 3 പോൾസും ഇൻഫിനിറ്റിയിൽ ചെന്നാണ് ഇൻഫിനിറ്റിയിലാണ് മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരെണ്ണം ഇൻഫിനിറ്റിയിലാണ് മീറ്റ് ചെയ്യുന്നത്. സോ ആംഗിൾ ഇതിൻ്റെ ആരോ എന്ന് പറയുന്നത്, ഓക്കെ, ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 0 പോൾസ് എന്നാണ് പറഞ്ഞത്. അപ്പം ഈ പോളിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യും, ഈ പോളിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യും. സോ ഇത് രണ്ടും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് രണ്ടിൻ്റെ ആരോ ഇങ്ങോട്ടും ഇങ്ങോട്ടും വന്നു. ഇത് ഇൻഫിനിറ്റിയിൽ ചെന്ന് ഡയറക്റ്റായിട്ട് 180 ഡിഗ്രി എന്ന് പറയുന്നത് നമ്മുടെ ഈ എക്സ് ആക്സിസിൽ കൂടി തന്നെ ഇൻഫിനിറ്റിയിൽ മീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ ആരോ ഇങ്ങോട്ട് വന്നു. ഓക്കെ, റൂട്ട് ലോക്കസ് പഠിച്ചപ്പം ഇതെല്ലാം നമ്മൾ നോക്കിയിട്ടുള്ളതാണ് ലീനിയർ കൺട്രോൾ സിസ്റ്റത്തിനകത്ത്. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ സെൻട്രോയിഡ് കണ്ടുപിടിച്ചായിരുന്നു. ദാറ്റ് ഈസ് -3.33. -3.33 സെൻട്രോയിഡ് എന്ന് പറഞ്ഞു. ഈ സെൻട്രോയിഡിൽ നിന്നാണ് നമ്മുടെ അസിംപ്റ്റോട്ട്സ് റൈസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 1 ഈസ് അറ്റ് 60 ഡിഗ്രി ആൻഡ് ദ അതർ ഈസ് അറ്റ് 300 ഡിഗ്രി. ഓക്കെ, 300 ഡിഗ്രി എന്ന് പറഞ്ഞാൽ -60 ഡിഗ്രിക്ക് ഈക്വലൻ തന്നെയാണ്. സോ ദിസ് ഇസ് 300 ഡിഗ്രി ആൻഡ് ദിസ് എക്സ് ആക്സിസ് ഇസ് ദ 180 ഡിഗ്രി. അതിൽ കൂടുതൽ തന്നെ ഒരു റൂട്ട് ലോക്കസ് പോകുന്നുണ്ട്. സോ 180 ഡിഗ്രി കൂടെ പോകുന്ന റൂട്ട് ലോക്കസ് ആണിത്. ഓക്കെ, നൗ അസിംപ്റ്റോട്ട്സ് എന്തിനാണ്? അസിംപ്റ്റോട്ട്സിൻ്റെ പാരലലായിട്ടായിരിക്കും നമ്മുടെ റൂട്ട് ലോക്കസ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിന് പാരലലായിട്ട് ഇത് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇനി ഈ രണ്ട് അസിംപ്റ്റോട്ട്സിനും പാരലലായിട്ട് എന്തോ ഈ ഒരു രണ്ടെണ്ണവും ടെർമിനേറ്റ് ചെയ്യുന്ന ഇൻഫിനിറ്റിയിലാണെന്ന് പറഞ്ഞു. സോ ഇവിടുന്നോ ഇത് വന്ന് കൂട്ടിമുട്ടുന്ന പോയിന്റിൽ നിന്ന് ഇത് ബ്രേക്ക് ആകും. ആ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ബ്രേക്ക് അവേ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്ന റൂട്ട് ലോക്കസും ഇവിടുന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്ന റൂട്ട് ലോക്കസും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വന്ന് കൂട്ടിമുട്ടും. എന്നിട്ട് അത് ബ്രേക്ക് ചെയ്യും. ആ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ബ്രേക്ക് അവേ പോയിന്റ് കണ്ടുപിടിക്കുന്നത്. സോ അതിന് വേണ്ടി നമ്മൾക്ക് ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ C/R എന്ന് പറയുന്നത് G/1 + G/H ആണെന്ന് പറഞ്ഞു. അതായത് ഈ ഡിനോമിനേറ്റർ എന്ന് പറയുന്നതാണ് എൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അതിന് ബ്രേക്ക് അവേ പോയിന്റ് കാണാൻ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനാണ് വേണ്ടത്. സോ 1 + G/H = 0 എന്ന് കൊടുക്കുക. സോ H/s = 1 ആണെന്ന് തന്നിട്ടുണ്ട്. ഹെൻസ് ആ ഇക്വേഷനിൽ k/s × s+2 × s+8 കൊടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഇത് ഡിനോമിനേറ്ററാണ്, ഇവിടെ 1 ആണ്. സോ ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. s × s+2 × s+8 + k ഡിവൈഡഡ് ബൈ ഇതുണ്ട്
ഇത് ഇൻറ്റു 0 എന്ന് പറയുന്നത് 0 ആയി പോവും. ഹെൻസ് ഈ ഒരു മെയിൻ ന്യൂമറേറ്റർ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, സോ ഇത് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എസ് ക്യൂബ് പ്ലസ് 10s² പ്ലസ് 16s പ്ലസ് കെ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി കെ ഈസ് ഈക്വൽ ടു എന്നൊരു ഇക്വേഷൻ കിട്ടണം. എന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക, ഡി കെ ബൈ ഡി എസ്, ദാറ്റ് ഈസ് 3s² 20s 16. ഓക്കെ, ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. സോ മൈനസ് പോകും. സോ ഇതായിരിക്കും കിട്ടുന്നത്. ഇവിടെ നിന്നും എസിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. -b പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 4ac ബൈ 2a. ഓക്കെ, -b പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഓക്കെ, സോ ഞാൻ ഈ ഇക്വേഷനിനകത്തിട്ടാണ് കണ്ടുപിടിച്ചത്. നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ എസ് can be -0.9 and -5.7. ഓക്കെ, സോ എൻ്റെ റൂട്ട് ലോക്കസ് എവിടെ നിന്ന് വരെയാണ്? 2നും 0യ്ക്കും ഇടയ്ക്കാണ്. -2നും 0യ്ക്കും ഇടയ്ക്കാകാം, അല്ലെങ്കിൽ -18നും ഇൻഫിനിറ്റിക്കും ഇടയ്ക്കാകാം. ഓക്കെ, സോ എസിൻ്റെ വാല്യൂസ് തന്നിരിക്കുന്നത് ഒന്ന് 0.9ഉം 5.7ഉം. -2നും 0യ്ക്കും ഇടയ്ക്കുള്ള ഈ ഒരു വാല്യൂ ആയിരിക്കും എസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. കാരണം ബ്രേക്ക് അവേ പോയിൻ്റ് അതിനിടയ്ക്കുള്ളതാണ് കാണേണ്ടത്. ഓക്കെ, ഇത് കണ്ടുപിടിക്കാൻ വേറൊരു മാർഗമുണ്ട്. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച കെയുടെ ഇക്വേഷനിൽ, അതായത് കെ ഈസ് ഈക്വൽ ടു -s³ പ്ലസ് 10s² പ്ലസ് 16s എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചില്ലേ? ഈ ഇക്വേഷനകത്ത് ഈ എസിന് -0.9ഉം 5.7ഉം രണ്ടും ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ കിട്ടും. -0.9 ആണെങ്കിൽ കെയുടെ വാല്യൂ 7 എന്ന് കിട്ടും. എസ് ഇസ് ഈക്വൽ ടു -5.7 ആണെങ്കിൽ കെയുടെ വാല്യൂ -48 എന്ന് കിട്ടും. ഓക്കെ, ഏതാണോ റിയൽ ആൻഡ് പോസിറ്റീവ് അതായിരിക്കും എസിൻ്റെ വാല്യൂ എടുക്കേണ്ടത്. ഓക്കെ, ആർബിട്രറി ആയിട്ട് നമുക്ക് പറയാം നമ്മുടെ റൂട്ട് ലോക്കസ് 2നും 0യ്ക്കും ഇടയ്ക്കാണ്, എവിടെയോ വെച്ചാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഒരു വാല്യൂ ആണെങ്കിലായിരിക്കും, എസിൻ്റെ വാല്യൂ ആണെങ്കിലായിരിക്കും അവിടെ നിന്നായിരിക്കും ബ്രേക്ക് ചെയ്യുന്നത്. സോ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് -0.9 2നും 0യ്ക്കും ഇടയ്ക്കുള്ളതാണ്. ഹെൻസ് അതാകാം. ഓക്കെ, 5.7ൽ നമുക്ക് റൂട്ട് ലോക്കസ് ഇല്ല. ഹെൻസ് അതാണ്. ബട്ട് തിയറിറ്റിക്കലി നമ്മളിങ്ങനെയാണ്, കെയുടെ വാല്യൂ ഷുഡ് ബി പോസിറ്റീവ് ആൻഡ് റിയൽ അറ്റ് എസ് ഇസ് ഈക്വൽ ടു -9. ഹെൻസ് ബ്രേക്ക് അവേ പോയിൻ്റ് എന്ന് പറയുന്നത് എസ് ഇസ് ഈക്വൽ ടു -0.9 ആണ്. ഓക്കെ, ഇനി 0.9ൽ നിന്ന് ബ്രേക്ക് ചെയ്യുന്ന സാധനം, സോ 0.9 ആണ് -0.9ലാണ് ബ്രേക്ക് അവേ പോയിൻ്റ് എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് ഇതിങ്ങനെ ആയിരിക്കും പോകുന്നത്. ഓക്കെ, സോ അത് ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ വന്ന് j⍵ ആക്സിസിനെ കട്ട് ചെയ്യും. അപ്പോൾ ഈ ക്രോസ് ചെയ്യുന്ന പോയിൻ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. സോ പോയിൻ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ റൂത്ത് അറേ ക്രൈറ്റീരിയയാണ് യൂസ് ചെയ്യുന്നത്. അതായത് എൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനായ s³ പ്ലസ് 10s² പ്ലസ് 16s പ്ലസ് കെ ഈസ് ഈക്വൽ ടു 0 ഞാൻ എഴുതി. റൂത്ത് അറേ ക്രിയേറ്റ് ചെയ്തു. s³ s² s⁻1 s⁻0. ഓക്കെ, ഇനി ഇവിടെ ഓഡ് പവേഴ്സ് എല്ലാം എഴുതി. s³ 16sഉമാണ് ഓഡ് പവേഴ്സായിട്ട് വരുന്നത്, 1ഉം 16ഉം. ഇവിടെ ഈവൻ പവേഴ്സ് 10ഉം കെയും. ഓക്കെ, ഇനി ഇത് ഇൻറ്റു ഇത് മൈനസ് k 1 into k divided by 10. Okay, 160 minus k by 10. ഓക്കെ, അതാണ് ഇവിടുത്തെ വാല്യൂ. ആൻഡ് ഇത് ഇൻറ്റു ഇത് മൈനസ് ഇത് ഇൻറ്റു ഇത് ഡിവൈഡഡ് ബൈ ഇത്, അപ്പോൾ കെ എന്ന് കിട്ടും. ഓക്കെ, സോ റൂത്ത് അറേ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഇതിനകത്തുനിന്ന് ഈ കെയുടെ ഈ ഇക്വേഷൻ വരുന്നതിന് ഈക്വൽ ടു 0 കൊടുക്കുക. അതിൽ നിന്നും എനിക്ക് കെയുടെ വാല്യൂ കിട്ടും 160 വേണം. ഓക്കെ, അതുപോലെ s² ഇക്വേഷൻ എടുക്കുക. ഓക്കെ, അതിനകത്ത് കെക്ക് വാല്യൂ ഇട്ട് കൊടുക്കുക. സോ എപ്പോഴും ഈ ഒരു പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. കെയുടെ s⁻1 കിടക്കുന്ന ഇക്വേഷൻ, അല്ലെങ്കിൽ s⁻0 വരുന്നെങ്കിൽ 0 വരുന്ന ഇക്വേഷൻ, ആ ഒരു s⁻1 ഒരു കോംപ്ലക്സ് ഇക്വേഷൻ വരും. അതിന് ഈക്വൽ ടു 0 കൊടുക്കുക. എന്നിട്ട് കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഇനി s² ടേം എടുക്കുക, അത് ഈക്വൽ ടു 0 കൊടുത്തിട്ട് കെക്ക് ആ വാല്യൂ ഇട്ട് കൊടുക്കുക.
അപ്പം എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 4j എന്ന് കിട്ടും. ഓക്കെ, അപ്പം എനിക്ക് ക്രോസിംഗ് പോയിൻറ്റും കിട്ടിയല്ലോ. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റൂട്ട് ലോക്കസ് പ്ലോട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഞാനിവിടെ റൂട്ട് ലോക്കസ് പ്ലോട്ട് ചെയ്തു. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ സോ -2നും 0യ്ക്കും ഇടയ്ക്ക് എനിക്ക് റൂട്ട് ലോക്കസ് ഉണ്ട്. അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. -8നും ഇൻഫിനിറ്റിക്കും ഇടയ്ക്ക് റൂട്ട് ലോക്കസ് ഉണ്ട്. അതിൻ്റെ ഡയറക്ഷൻ ടുവേർഡ്സ് ഇൻഫിനിറ്റി ആയിരിക്കും. ഇനി സെൻട്രോയിഡായിട്ട് കിട്ടിയിരിക്കുന്ന -3.3 ആണ് ഇവിടെ. അവിടെ നിന്നും അസിംപ്റ്റോട്ട്സ് ഞാൻ 60 ഡിഗ്രിയും 300 ഡിഗ്രിയും 1 is 180 ഡിഗ്രി, ദാറ്റ് ഈസ് എക്സ് അസിംപ്റ്റോട്ട്സ് ഞാൻ വരച്ചു. ഓക്കെ, വരച്ച് കഴിഞ്ഞിട്ട് 0.9 ആണ് എൻ്റെ ബ്രേക്ക് അവേ പോയിൻ്റ് ആയിട്ട് കിട്ടിയത്. 0.9 എടുത്തു ആൻഡ് +4j ആൻഡ് -4j അവിടെയാണ് എനിക്കിത് ഈ ആക്സിസിനെ കട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വിൽ ഗോ പാരലൽ ടു അസിംപ്റ്റോട്ട്സ് ആയിരിക്കും. അസിംപ്റ്റോട്ട്സിന് പാരലലായിട്ടായിരിക്കും അത് അവിടെ നിന്ന് ട്രാവൽ ചെയ്യുന്നത്. സോ അതും ഞാൻ വരച്ചു. സോ ദിസ് ഇസ് റൂട്ട് ലോക്കസ്. ഓക്കെ, സോ നമ്മൾ റൂട്ട് ലോക്കസ് വരച്ചു. സോ ഇതായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ωn തന്നിട്ടില്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് റൂട്ട് ലോക്കസ് വരയ്ക്കുക എന്നുള്ളതാണ്. സോ റൂട്ട് ലോക്കസ് വരച്ചു. ഇനി എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ഡോമിനൻ്റ് പോൾ എസ് ഡി കണ്ടുപിടിക്കാനാണ് നമുക്ക് നെക്സ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ എങ്ങനെ എസ് ഡി കണ്ടുപിടിക്കാം? എസ് ഡി കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് തന്നിട്ടുണ്ട് പെർസെൻറ്റേജ് ഓവർഷൂട്ട് ഈസ് ഈക്വൽ ടു, ഓക്കെ, ഓവർഷൂട്ട് ഇസ് ഈക്വൽ ടു എത്രയാണെന്ന് തന്നിട്ടുണ്ട്. പെർസെൻറ്റേജ് ഓവർഷൂട്ട് ഈസ് ഈക്വൽ ടു 16% എന്ന് തന്നിട്ടുണ്ട്. 16% implies e raised to minus theta pi by root of 1 minus theta square is equal to 0.16. ഓക്കെ, നാച്ചുറൽ ലോഗരിതം എടുക്കുമ്പോൾ ഈ മാറും. സോ മൈനസ് സീറ്റ പൈ ബൈ റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ ഇസ് ഈക്വൽ ടു ln 0.16 which is equal to minus 1.83. Squaring both sides, we get eta square pi square by 1 minus theta square is equal to 3.3489. ഓക്കെ, സോ ഇനി അങ്ങോട്ട് കൊണ്ടുപോവുക. സീറ്റ സ്ക്വയർ ഇൻറ്റു പൈ സ്ക്വയർ പ്ലസ് 3.3489 is equal to 3.3489 and theta square is equal to, or theta is equal to root of 3.3489 divided by pi square plus 3.3489 which is equal to 0.5. ഓക്കെ, സോ ഇതാണെന്ന് സീറ്റ കിട്ടും. ഇനി ഡൊമിനൻ്റ് പോൾ നമുക്ക് ലീഡിൽ ചെയ്തതുപോലെ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ബട്ട് വേറൊരു രീതിയിലാണ് നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് കോസ് തീറ്റ, ഓക്കെ, ഈസ് ഈക്വൽ ടു സീറ്റ എന്ന് എടുക്കുകയാണെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് സീറ്റ എന്ന് പറയാം. ദാറ്റ് ഈസ് കോസ് ഇൻവേഴ്സ് ഓഫ് 0.5 which is equal to 60 degree എന്ന് കിട്ടും. ഓക്കെ, സോ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ കിട്ടുന്നത്. ഓക്കെ, സോ കോസ് ഇൻവേഴ്സ് സീറ്റ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കോസ് ഇൻവേഴ്സ് കാണുമ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ ആംഗിൾ കിട്ടും. അതാണ് 60 ഡിഗ്രി. സോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെടുക്കുക, 0th പോളിൽ വെച്ചുകൊണ്ട്, സോ 0th പോളിൽ വെച്ചുകൊണ്ട്
mark a 60 degree. Okay, mark a 60 degree. So 60 degree mark ചെയ്തിട്ട് ഇവിടുന്ന് ആ ആംഗിളിലേക്കൊരു 60 ഡിഗ്രി ലൈൻ വരയ്ക്കുക. So this is 60 degree, not this one. This is 60 degree. Okay, so ഇത് ഇവിടെ വന്ന് ടച്ച് ചെയ്യുന്ന പോയിന്റ്, that is SD. J 1.35 and here it is this point, that is minus 0.75. Okay, so ഈ 60 ഡിഗ്രി വരയ്ക്കുമ്പം എനിക്ക് കിട്ടുന്ന പോയിൻ്റാണ് -0.75 പ്ലസ് J 1.35. ഓക്കെ, സോ ഡ്രോ എ സ്ട്രെയിറ്റ് ലൈൻ at an angle 60 degree. Okay, with respect to real axis, അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡൊമിനൻ്റ് പോൾ എന്ന് പറയുന്നത് -0.75 പ്ലസ് ഓർ മൈനസ്. ഓക്കെ, താഴേക്കാണ് 60 ഡിഗ്രി കിട്ടുന്നതെങ്കിൽ മൈനസും കിട്ടിയേനെ, J 1.35. ഓക്കെ, സോ ഈ SD കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ റൂട്ട് ലോക്കസ് ഫുള്ള് വരച്ചത്. ഓക്കെ, ഒമേഗ n തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കറിയാമായിരുന്നു, ഇറ്റ് ഈസ് -θ ωn പ്ലസ് ഓർ മൈനസ് J ωn √1 - θ². ബട്ട് ഇവിടെ അത് തന്നിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കുക, എന്നിട്ട് ആംഗിളിൽ വരയ്ക്കുക, അത് വന്ന് ഈ റൂട്ട് ലോക്കസിൽ കട്ട് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും SD ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നമുക്ക് SD കിട്ടിയത്. സോ വൺസ് SD കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ഫൈൻഡ് K at S is equal to SD. S is equal to SDയിൽ K കണ്ടുപിടിക്കുക. K എന്താണെന്ന് നമുക്കറിയാമല്ലോ, പ്രോഡക്റ്റ് ഓഫ് വെക്റ്റർ ലെങ്ത് ഓഫ് ഫ്രം ഓപ്പൺ ലൂപ്പ് പോൾസ് to SD divided by product of vector length from open loop zeros to SD. Okay, so നമ്മൾ K കണ്ടുപിടിച്ചു. ഇപ്പം നമ്മൾ കോമ്പൻസേറ്റർ ഡിസൈൻ ചെയ്തിട്ടില്ല, അതിന് മുമ്പാണ് നമ്മൾ K കണ്ടുപിടിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് K ഈസ് ഈക്വൽ ടു, നമുക്ക് 3 പോൾസ് ആണുള്ളത്. One is S is equal to 0. Now next is S is equal to -2, and then it is S is equal to -8. Okay, so this is L1, L2 and L3. Okay,
So L1 is equal to 1 2 3 3. ഓക്കെ, 3 ഇൻറ്റു ഇതെന്ന് പറയുന്നത് 0.5 ആണ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് 3 യൂണിറ്റ്സ് ആണ്. സോ 3 ഇൻറ്റു 0.5 which is equal to 1.5. ഇനി 1.5 സെൻറ്റിമീറ്റർ. ഇനി L2 is equal to 1 2 3 and 0.6. That is 3.6 into 0.5. കാരണം എന്താണ്, എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഞാൻ 2 യൂണിറ്റ്സ് ആണ്. 1 യൂണിറ്റ് ഈസ് 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 0.5 യൂണിറ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ സ്കെയിൽ അതാണ്. therefore 3.6 into 0.5 that is 1.8 സെൻറ്റിമീറ്റർ. ആൻഡ് 8ൻ്റെ അവിടെ I have it as 14.7. L3 is equal to 14.7 into 0.5 which is equal to 7.35 centimeter. Okay, so L1 L2 L3 കിട്ടി. സോ ഇനി സീറോസ് ഇല്ലാത്തത് കൊണ്ട് K is equal to L1 into L2 into L3. That is 1.5 into 1.8 into 7.35 which is equal to 19.845, approximately equal to 20. Okay, so K കണ്ടുപിടിച്ചു. ഇനി സ്റ്റെപ്പ് 4. സ്റ്റെപ്പ് 4 is find beta. ഓക്കെ, ബീറ്റ പാരാമീറ്റർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത്. സോ ഗിവൺ G of S is equal to K by S into S plus 4 into S plus 2 into S plus 8 which is equal to 20 by S into S plus 2 into S plus 8. Okay, any so for the given system, for the uncompensated system, velocity error coefficient of uncompensated system KVU, velocity error coefficient U is equal to limit S tends to 0 S G of S H of S. Okay, which is equal to limit S tends to 0 S into 20 by S into S plus 2 into S plus 8 which is equal to 20 by 2 into 8, 1.25. Okay, now given condition ഉണ്ട്, നമുക്കൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് സ്റ്റഡി സ്റ്റേറ്റ് എറർ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.125. ഓക്കെ, സോ കെ വി ഡിസൈഡ് എന്ന് പറയുന്നത് 1/ESS ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1/0.125 which is equal to 8. Okay,
നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള കെ വി എന്ന് പറയുന്നത് 8 ആണ്. പക്ഷേ നമ്മളുടെ അൺകോമ്പൻസേറ്റഡ് സിസ്റ്റത്തിൻ്റെ കെ വി എന്ന് പറയുന്നത് 1.25 ആണ്. ഓക്കെ, സോ ഇതിന് തമ്മിലുള്ള ഡിഫറൻസ് ഇൻ റേഷ്യോ ഓക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു കെ വി ഡി ബൈ കെ വി യു. ദാറ്റ് ഈസ് 8/1.25. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 6.4. ഓക്കെ, സോ ആ ഡിഫറൻസ് ഇൻ റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ ഡിസൈഡ് നമ്മളുടെ ഇപ്പോഴത്തെ അൺകോമ്പൻസേറ്റഡ് സിസ്റ്റവും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 6.4 ആണെങ്കിൽ എൻ്റെ ബീറ്റ എന്ന് പറയുന്നത് 1.2 ടൈംസ് ഇൻറ്റു എ ആയിരിക്കണം. സോ ഇതാണ് ഡിസൈൻ പാരാമീറ്റർ. ബീറ്റ ഈസ് 1.2 ടൈംസ് എ ആയിരിക്കണം. ദാറ്റ് ഈസ് beta is equal to 1.2 into 6.4 which is equal to 7.68. ഓക്കെ, സോ ബീറ്റയുടെ വാല്യൂ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ തന്നിരിക്കുന്ന പോൾ 0 പ്ലോട്ട് വരയ്ക്കുക. അതിൽ നിന്നും L1 L2 L3 കാണുക. ഓക്കെ, അതിൻ്റെത് 20 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഇട്ട് കൊടുക്കുക. ആ അൺകോമ്പൻസേറ്റഡ് സിസ്റ്റത്തിൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ടുള്ള കെ വി എത്രയാണെന്ന് കാണുക. ഇനി തന്നിരിക്കുന്നത് എത്രയാണെന്ന് നോക്കുക. അതിൻ്റെ റേഷ്യോ ഇസ് കെ വി ഡി ബൈ കെ വി യു എത്രയാണെന്ന് കാണുക. ആൻഡ് ബീറ്റ വിൽ ബി 1.2 ടൈംസ് എ. ദാറ്റ് ഈസ് ബീറ്റ ഈസ് ഈക്വൽ ടു 1.2 ഇൻറ്റു 6.4. ഓക്കെ, നൗ സ്റ്റെപ്പ് 5. Determine transfer function. So beta കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ലാഗ് കോമ്പൻസേറ്റർ. ഓക്കെ, ലാഗ് കോമ്പൻസേറ്ററിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് 0 വേണം. 0 എന്ന് പറയുന്നത് എന്താണ്? -1/t. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ഓക്കെ ഇതിനുമുണ്ട് ഇക്വേഷൻ. ദാറ്റ് ഈസ് 0.1 ഇൻറ്റു second pole of g of s. ഓക്കെ, സോ ZC കണ്ടുപിടിക്കാനുള്ളത് അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഫോർ ലാഗ് കോമ്പൻസേറ്റർ ZC is equal to -1/t which is equal to 0.1 into second pole of g of s. സോ ഇവിടെ സെക്കൻഡ് പോൾ എന്ന് പറയുന്നത് എന്താണ്? -2 ആണ്. ദാറ്റ് ഈസ് 0.1 into -2 which is equal to -0.2. So 0 എന്ന് പറയുന്നത് -0.2 then t is equal to 1/0.2 which is equal to 5. Okay, so t എന്ന് പറയുന്നത് 5 ആയിരിക്കും. ZC എന്ന് പറയുന്നത് -0.2 പോൾ എന്ന് പറയുന്നത്. Now പോൾ എന്ന് പറയുന്നത് സോ 0 പോൾ ഓഫ് ദ കോമ്പൻസേറ്റർ എന്ന് പറയുന്നത് എന്താണ്? 1/βt ആണ്. 1/βt -1/βt which is equal to -1/β എന്നുള്ളത് 7.68 എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. t എന്നുള്ളത് 5. സോ which is equal to -0.026. ഓക്കെ, സോ പോൾ എന്ന് പറയുന്നത് -0.026 0 എന്ന് പറയുന്നത് -0.2 ഓക്കെ, സോ നൗ ഹിയർ പോൾ ഈസ് ക്ലോസർ ടു ദ ഒറിജിൻ ദാൻ 0. ലീഡിലാവുമ്പോൾ 0 ആയിരുന്നു ക്ലോസർ. ഇവിടെ പോളാണ് ഒറിജിനോട് ക്ലോസ് ആയിട്ട് കോമ്പൻസേറ്ററിൻ്റെ ഇരിക്കുന്നത്. ഓക്കെ, therefore ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണ്? s + 1/t ഡിവൈഡഡ് ബൈ s + 1/βt which is equal to s plus 0.2 divided by s plus 0.026. Okay, so ഇതാണ് എൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് കോമ്പൻസേറ്റർ. കോമ്പൻസേറ്ററിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇതാണ് GC of S. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ലാഗ് കോമ്പൻസേറ്ററിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നത്. 2 ഇക്വേഷനാണ്.
എ കണ്ടുപിടിക്കുക, ദാറ്റ് ഈസ് ഡിസൈഡ് വെലോസിറ്റി എറർ കോഎഫിഷ്യൻറ്റും അൺകോമ്പൻസേറ്റഡ് സിസ്റ്റത്തിൻ്റെ വെലോസിറ്റി എറർ കോഎഫിഷ്യൻറ്റും കണ്ടുപിടിക്കുക, അതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കുക. ബീറ്റ എന്ന് പറഞ്ഞാൽ 1.2 ടൈംസ് എ ആയിരിക്കും. ആൻഡ് ഇസഡ് സി എന്ന് പറയുന്നത് 0.1 ഇൻറ്റു സെക്കൻഡ് പോൾ ഓഫ് ജി ഓഫ് എസ് ആയിരിക്കും. ആൻഡ് പി സി എന്ന് പറയുന്നത് -1/βt ആയിരിക്കും. സോ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് s+1/t/s+1/βt. സോ ഇനി സ്റ്റെപ്പ് 6 എന്താണ്? ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് കോമ്പൻസേറ്റഡ് സിസ്റ്റം. So I have the compensator s plus 0.2 by s plus 0.026 and 20 by s into s plus 2 into s plus 8. Okay, so എനിക്ക് കോമ്പൻസേറ്റർ ഉണ്ട്. ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഇൻറ്റു ഇത്. സോ G0 of s is equal to 20 into s plus 0.2 divided by s into s plus 0.026 into s plus 2 into s plus 8. ഓക്കെ, സോ s is equal to 0യിൽ ആദ്യം വരും, അത് കഴിഞ്ഞ് ഒരു പോള് 0.026 വരും, അത് കഴിഞ്ഞ് -2 വരും, -8 വരും. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് ഒരു 0 -0.2 വരും. ഓക്കെ, ഇതാണ് G0 of s. ആൻഡ് സ്റ്റെപ്പ് 7 is the check steady state error. KV of compensated system is equal to limit s tends to 0 s into G0 of s, which is equal to s limit s tends to 0 s into 20 s plus 0.2 divided by s into s plus 0.026 into s plus 2 into s plus 8. So cancel ആയി പോകും. 20 into 0.2 divided by 0.026 into 2 into 8, which is equal to 9.615 എന്ന് വരും. ഓക്കെ, 9.615. Okay, and ESS is 1 by KVC, which is 1 by 9.615 is equal to 0.104. So which is less than or equal to 0.125. Okay, so conclusion എന്താണ്? Steady state error of compensated system is less than 0.125, hence design is acceptable. Okay, so ഇങ്ങനെയാണ് നമ്മൾ ലാഗ് കോമ്പൻസേറ്റർ ഡിസൈൻ ചെയ്യുന്നത്. ലെങ്തി ആയിട്ടുള്ള പ്രൊസീജിയറാണ്, സോ അതുകൊണ്ട് തന്നെ ചെയ്ത് പഠിക്കുക. ഓക്കെ, സോ റൂട്ട് ലോക്കസ് അറിഞ്ഞാൽ മാത്രമേ ബാക്കി ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ റൂട്ട് ലോക്കസ് അറിഞ്ഞു കഴിയുമ്പോൾ ഡൊമിനൻ്റ് പോള് കണ്ടുപിടിക്കുക. ഓവർഷൂട്ട് തന്നിട്ടുണ്ട്, ഡൊമിനൻ്റ് പോള് കണ്ടുപിടിക്കുക. ആൻഡ് കോസ് ഇൻവേഴ്സ് സീറ്റ എന്ന് പറയുന്നത്, ഇപ്പോൾ സീറ്റ ഡാമ്പിംഗ് റേഷ്യോ ഡയറക്റ്റ് ആയിട്ട് തരുവാണെങ്കിൽ ഡൊമിനൻ്റ് പോള് കണ്ടുപിടിക്കാൻ ഈ ഒരൊറ്റ ഇക്വേഷൻ മാത്രം മതി. കോസ് ഇൻവേഴ്സ് സീറ്റ, ആ 60 ഡിഗ്രി ആംഗിൾ വരയ്ക്കുക. അത് വന്ന് ഈ റൂട്ട് ലോക്കസിൽ വന്ന് ടച്ച് ചെയ്യുന്ന പോയിൻ്റ് ഏതാണെന്ന് നോക്കുക.
അതായിരിക്കും ഡൊമിനൻറ്റ് പോൾ എന്ന് പറയുന്നത്. സോ വൺസ് ഡൊമിനൻറ്റ് പോൾ കിട്ടിക്കഴിഞ്ഞാൽ ആ ഡൊമിനൻറ്റ് പോളിലേക്ക് ഇവിടെ നിന്നെല്ലാം പോൾസിൽ നിന്നും സീറോസിൽ നിന്നും വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുക ആൻഡ് കെ കണ്ടുപിടിക്കുക. സോ കെ കണ്ടുപിടിച്ചു. കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബീറ്റ കണ്ടുപിടിക്കുക. ഓക്കെ, അൺകോമ്പൻസേറ്റഡ് സിസ്റ്റത്തിൻ്റെ കെ കണ്ടുപിടിക്കുക, ഡിസൈഡ് സിസ്റ്റത്തിൻ്റെ കെ കണ്ടുപിടിക്കുക ആൻഡ് റേഷ്യോ കണ്ടുപിടിക്കുക. ആൻഡ് ബീറ്റ ഈസ് ഈക്വൽ ടു 1.2 ടൈംസ് എന്ന് എഴുതുക. So ZC is minus 1/t, which is equal to 0.1 into second pole of g of s. So s is equal to 0 s is equal to -2 -8 So -2 ആണ് second pole. So second pole is -2. So 0.1 into -2, 0.2. Okay, so t എന്ന് പറയുന്നത് 5. പോൾ എന്ന് പറയുന്നത് 1/βt ചെയ്യുമ്പോൾ പോൾ കിട്ടും. And transfer function is s plus 1/t by s plus 1/βt. അത് കഴിഞ്ഞ് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് കോമ്പൻസേറ്റഡ് സിസ്റ്റം പടം വരച്ച് എഴുതുക. ഇത് ഇൻറ്റു ഇത്. ഓക്കെ, ഇനി ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈനിങ് കഴിഞ്ഞു. നമ്മൾ സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ, സ്റ്റഡി സ്റ്റേറ്റ് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ആയോ എന്ന് നോക്കാൻ വേണ്ടി കോമ്പൻസേറ്റഡ് സിസ്റ്റത്തിൻ്റെ കെ വി കണ്ടുപിടിക്കുക. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഇപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് എററാണ്, കെ വി സി ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ ദ റിക്വയർഡ് കെ വി സി ദെൻ എന്താണ് ഡിസൈൻ ഈസ് ആക്സെപ്റ്റബിൾ. ഇവിടെ സ്റ്റഡി സ്റ്റേറ്റ് എററാണ്. സോ സ്റ്റഡി സ്റ്റേറ്റ് എറർ കണ്ടുപിടിക്കുക. ആൻഡ് ഇറ്റ് ഈസ് ലെസ് ദാൻ 0.125 വിച്ച് ഈസ് ദ നെസസറി കണ്ടീഷൻ. ഓക്കെ, ഹെൻസ് ദ ഡിസൈൻ ഈസ് acceptable.